ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം ശുചീകരണ തൊഴിലാളിയുമായുള്ള തെളിവെടുപ്പ് ഇന്ന് തുടരും. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞ 13 ഇടങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഒരു തെളിവെടുപ്പിന്റെ പുറകിലാണ് ഉദ്യോഗസ്ഥരും. അതോടൊപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കേരള മനസ്സാക്ഷിയെ ഏറ്റവും ഞെട്ടിപ്പിച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കേരളമൊട്ടാകെ ഈ ഒരു വിവരം അറിഞ്ഞത്, ഇന്ത്യ ഒട്ടാകെ ഈ വിവരം അറിഞ്ഞത് എന്ന് വേണം പറയാൻ. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ എവിടം വരെയായി? ഇന്നത്തെ തെളിവെടുപ്പിന്റെ അന്വേഷണം എന്തൊക്കെയായി? വിവരങ്ങൾ പങ്കുവയ്ക്കൂ. രേണുക, ധർമ്മസ്ഥലയിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളിയെ തെളിവെടുപ്പിനായി ഇനിയും SIT സംഘം ഇവിടെ എത്തിച്ചിട്ടില്ല. ഇന്നലെ 13 ഇടങ്ങളിൽ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്നാനഘട്ട, അതായത് പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിലെ സ്നാനഘട്ടയിൽ നിന്നാണ് ഇത്തരത്തിൽ 13ാമത്തെ സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന മറ്റ് പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ 13 സ്ഥലങ്ങളും, മൃതദേഹങ്ങൾ കുഴിച്ചിട്ട 13 സ്ഥലങ്ങളും ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകിയത്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇന്നും തെളിവെടുപ്പ് തുടരുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെളിപ്പെടുത്തലാണ് ശുചീകരണ തൊഴിലാളി നടത്തിയത്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ വനത്തിന്റെ വിവിധയിടങ്ങളിലും മറ്റ് എസ്റ്റേറ്റുകളിലും കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ധർമ്മസ്ഥല പോലീസ് ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത്. പിന്നീട് കോടതിയുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം 20 അംഗ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഈ സംഘമാണ് ഇത്തരത്തിൽ ഈ നടപടികൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണ തൊഴിലാളിയെ 15 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രമുഖരായ, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾ, ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ള മറ്റ് ആളുകൾ തുടങ്ങി നിർണായക വിവരങ്ങൾ, ഈ സ്ഥലങ്ങൾ തുടങ്ങി നിർണായക വിവരങ്ങളാണ് ശുചീകരണ തൊഴിലാളി പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇന്ന് വീണ്ടും ഈ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടയിലെ വിവിധ പ്രദേശങ്ങളിലെത്തി തെളിവുകൾ കൂടുതൽ ശേഖരിക്കും. പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ 13 ഇടങ്ങളിലാണ് ശുചീകരണ തൊഴിലാളിയുമായി എത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇവിടെ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പരിശോധനയിലൊക്കെ പിന്നീട് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തും. ഇതിനുള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും. അതിനുശേഷമായിരിക്കും മണ്ണ് നീക്കിയുള്ള പരിശോധന എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിരവധി മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഈ വനത്തിനുള്ളിൽ സംസ്കരിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പുറത്തെത്തിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ കൃത്യമായ അനുമതി വേണം. വനം വകുപ്പിന്റെ അനുമതിക്കും RDOയുടെ അനുമതിക്കായും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, കോടതിയിലും പോലീസിനും കൈമാറിയിട്ടുള്ള തെളിവുകളുടെ സാധ്യതയും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഈ കൈമാറിയ തെളിവുകളിൽ ഒരു തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ തലയോട്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മണ്ണും ധർമ്മസ്ഥലയിലെ കുഴിച്ചെടുത്ത ഭാഗത്തു നിന്ന് ലഭിച്ച മണ്ണും അടക്കം പരിശോധനയ്ക്കും സാധ്യതകൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിവരശേഖരണം അടക്കമുള്ള മറ്റ് നടപടികളും കർണാടകയിൽ കാണാതായ പെൺകുട്ടികളുടെയും മറ്റാളുകളുടെയും വിവരശേഖരണം, അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും ധർമ്മസ്ഥലയിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ അസ്വാഭാവിക മരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒരു വശത്ത് കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് ഇനിയും ആരംഭിച്ചിട്ടില്ല. ധർമ്മസ്ഥലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശുചീകരണ തൊഴിലാളിയുമായി എത്തി അടുത്ത സ്ഥലങ്ങൾ വീണ്ടും രേഖപ്പെടുത്തുന്നുവെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ 13ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നും തെളിവെടുപ്പ് നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങൾ ശുചീകരണ തൊഴിലാളി
കാണിച്ചു നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. എന്തായാലും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ് ഈ ഒരു കേസിലെ, അല്ലെങ്കിൽ ഈ ഒരു വർഷങ്ങളായി നീണ്ടുനിന്ന കൊലപാതകത്തിന്റെ ഏറ്റവും നിർണായകമായ സംഭവം എന്ന് പറയുന്നത്. ഒരു നിഗൂഢമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ്. എത്ര വർഷങ്ങളാണ് ഈ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം നടന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇന്നത്തെ തെളിവെടുപ്പ് ഇതുവരയ്ക്കും തുടങ്ങാനായിട്ടില്ല. ശക്തമായ മഴയാണ് ധർമ്മസ്ഥലയിൽ. അതിനെ തുടർന്ന് ഈ ശുചീകരണ തൊഴിലാളിയെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായുള്ള ഒരു സുരക്ഷയാണ്, കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ശുചീകരണ തൊഴിലാളിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇപ്പോൾ പല കുട്ടികളുടെയും അവിടെ മരണപ്പെട്ട പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ന് 13 ഇടങ്ങളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ധർമ്മസ്ഥലയിലെ വനഭൂമി എന്ന് പറയുന്നത് വന ഉദ്യോഗസ്ഥരുടെ അനുമതി ഉണ്ടായാലും അനുമതിയും വേണം, കോടതിയുടെ അനുമതിയും വേണം ഈ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ. അതോടൊപ്പം തന്നെ ആ വനഭൂമിയിലെ വിവിധ ഇടങ്ങളിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അരുവികളുടെ അടുത്ത് നിന്നൊക്കെ ഈ ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ മഴ ശമനമായതിനു ശേഷം ശുചീകരണ തൊഴിലാളിയുമായി ഉദ്യോഗസ്ഥർ അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.